നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റഷ്യയും യുഎസുമായുള്ള ഉക്രൈനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്തംഭിച്ചതായി റിപ്പോർട്ട്. റഷ്യയെ ഉപരോധം കടുപ്പിച്ച് പാഠം പഠിപ്പിക്കാൻ യുഎസ്. ഉക്രൈനിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട യുഎസ് സമാധാന നിർദ്ദേശങ്ങൾ നിലവിലെ അവസ്ഥയിൽ ഞങ്ങൾക്ക് അസ്വീകാര്യമാണെന്ന് മോസ്കോ. 2 ദിവസത്തിനകം അമേരിക്ക എന്താണെന്ന് കാട്ടിത്തരുമെന്ന് വെല്ലുവിളിച്ച ഡൊണാൾഡ് ട്രംപിന് വിമോചന ദിന പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ആദ്യ തിരിച്ചടി. വിശദാംശങ്ങൾ പിന്നാലെ. ട്രംപിന്റെ ഭരണകൂടം താരിഫ് കുറയ്ക്കുന്ന പക്ഷം യുകെയിലെ വൻകിട യുഎസ് ടെക്നോളജി കമ്പനികൾക്ക് ഗണ്യമായ നികുതി ഇളവ് വാഗ്ദാനം ചെയ്ത് യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ യൂറോപ്യൻ യൂണിയന് ശക്തമായ പദ്ധതിയുണ്ടെന്ന്, എന്നാൽ ചർച്ചകൾക്ക് ഉള്ള അവസരം തങ്ങൾ കൈവിടില്ലെന്നും യൂറോപ്യൻ കമ്മീഷൻ മേധാവി ഉർസുല വോൺ ഡെർ ലെയ്ൻ. ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ ഉടൻ. സിപിഎമ്മിന്റെ 24ാമത് പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കം. പാർട്ടി കോൺഗ്രസ് നിർണായക തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. പ്രവർത്തനത്തിൽ പുതിയൊരു റെക്കോർഡ് സ്ഥാപിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 1 മാസം 50-ലധികം കപ്പലുകൾ എത്തിച്ചേരുക എന്ന നേട്ടമാണ് തുറമുഖം കരസ്ഥമാക്കിയത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കോട്ടക് മഹീന്ദ്രയുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. സ്റ്റാർട്ടപ്പുകൾ സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുകയും ലക്ഷ്യം. വാർത്തകൾ വിശദമായി. റഷ്യയും യുഎസുമായുള്ള ഉക്രൈനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്തംഭിച്ചു. ഉക്രൈനിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് യുഎസ് സമാധാന നിർദ്ദേശങ്ങൾ നിലവിലെ അവസ്ഥയിൽ തങ്ങൾക്ക് അസ്വീകാര്യമാണെന്ന് മോസ്കോ വിശേഷിപ്പിച്ചു. ഇതോടെ റഷ്യ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് കൂടുതൽ കടുത്ത 2ാം ഘട്ട ഉപരോധങ്ങൾ റഷ്യക്കെതിരെ ചുമത്തുമെന്നും യുഎസ് സെനറ്റിലെ പകുതി അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെ ഉക്രൈൻ വെടിനിർത്തൽ കരാറിന്റെ അവസ്ഥ പരുങ്ങലിലായി. ഇത് സംബന്ധിച്ച റിപ്പബ്ലിക്കന്മാരുടെയും ഡെമോക്രാറ്റുകളുടെയും പിന്തുണയോടെ ഒരു കമ്പാനിയൻ നിയമനിർമ്മാണ പ്രതിനിധി സഭയിൽ അവതരിപ്പിക്കും. റഷ്യക്കെതിരായ ഉപരോധങ്ങൾക്ക് പുറമെ റഷ്യ എണ്ണവാതക, യുറേനിയം, മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് തീരുവ ചുമത്തുമെന്ന നിലപാടാണ് സെനറ്റിന്. റഷ്യ ആക്രമണകാരിയാണെന്നും ഈ ഭയാനകമായ യുദ്ധം, പുടിന്റെ ആക്രമണവും ഇപ്പോൾ അവസാനിപ്പിക്കണമെന്നും ഭാവിയിൽ തടയണമെന്നുമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റിലെ പ്രബലമായ കാഴ്ചപ്പാട്. ഉക്രൈനിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് യുഎസ് സമാധാന നിർദ്ദേശങ്ങൾ നിലവിലെ അവസ്ഥകളിൽ ഞങ്ങൾക്ക് അസ്വീകാര്യമാണെന്ന് മോസ്കോ വിശേഷിപ്പിച്ചതോടെയാണ് റഷ്യയും യുഎസുമായുള്ള ഉക്രൈനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്തംഭിച്ചത്. ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം നിറവേറ്റുന്നതിൽ പരിമിതമായ പുരോഗതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് റഷ്യയുടെ നിലപാട്. അമേരിക്കക്കാർ നിർദ്ദേശിച്ച മാതൃകകളും പരിഹാരങ്ങളും ഞങ്ങൾ വളരെ ഗൗരവമായി എടുക്കുന്നു. പക്ഷേ അതിന്റെ നിലവിലെ രൂപത്തിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. യുദ്ധം അവസാനിപ്പിക്കാനുള്ള യുഎസ് നിർദ്ദേശങ്ങൾ റഷ്യയുടെ ചില പ്രധാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നില്ലെന്ന് വ്ളാഡിമിർ പുടിന്റെ വിദേശനയ ഉപദേഷ്ടാവായ സെർജി റിയോബോവ് പറഞ്ഞു. 2 ദിവസത്തിനകം അമേരിക്ക എന്താണെന്ന് കാട്ടിത്തരാമെന്ന് വെല്ലുവിളിച്ച ഡൊണാൾഡ് ട്രംപിന് വിമോചന ദിന പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ആദ്യ അടികിട്ടി. ചൊവ്വാഴ്ച നടന്ന വിസ്കോൺസിൻ സുപ്രീം കോടതി സീറ്റിലേക്കുള്ള മത്സരത്തിൽ എലോൺ മസ്ക് പിന്തുണച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി സൂസൻ ക്രോഫോർഡ് വിജയിച്ചു. എലോൺ മസ്കിനെയും ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതിയെയും കുറിച്ചുള്ള ഒരു റഫറൻഡമായി മത്സരത്തെ കണക്കാക്കിയ ഡെമോക്രാറ്റുകൾക്ക് ഇതൊരു വലിയ വിജയമായിരുന്നു. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ ജുഡീഷ്യൽ മത്സരമായി മാറിയ ഈ തെരഞ്ഞെടുപ്പിൽ വെയിൻ കൗണ്ടിയിൽ നിന്നുള്ള ലിബറൽ ജഡ്ജിയായ ക്രോഫോർഡ് വോക്കേഷ കൗണ്ടിയിൽ നിന്നുള്ള മുൻ റിപ്പബ്ലിക്കൻ അറ്റോർണി ജനറലും കൺസർവേറ്റീവ് ജഡ്ജിയുമായ ബ്രാഡ് ഷിമലിനെ പരാജയപ്പെടുത്തി. തന്റെ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കാൻ ദശലക്ഷക്കണക്കിന് ഡോളറാണ് എലോൺ മസ്ക് ചിലവഴിച്ചത്. ആഗോള വ്യാപാര യുദ്ധത്തിന് യുകെ തയ്യാറെടുക്കുന്നതിനിടെ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം താരിഫ് കടക്കുന്ന പക്ഷം യുകെയിലെ വൻകിട യുഎസ് ടെക്നോളജി കമ്പനികൾക്ക് ഗണ്യമായ നികുതി ഇളവ് വാഗ്ദാനം ചെയ്ത് യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. യുഎസ് പ്രസിഡന്റിനെ പ്രീണിപ്പിക്കാനുള്ള ശ്രമത്തിൽ യുകെ സർക്കാർ തങ്ങളുടെ ഡിജിറ്റൽ സേവന നികുതിയുടെ ഹെഡ്ലൈൻ നിരക്ക് കുറയ്ക്കാൻ തയ്യാറായേക്കും. അതേസമയം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾക്ക് ഈ ലെവി ബാധകമാകും. സ്റ്റേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള നികുതി ഇനത്തിൽ യുകെ നിലവിൽ പ്രതിവർഷം 800 ബില്യൺ പൗണ്ട് സമാഹരിക്കുന്നതിലാണ് ഇളവ് പ്രഖ്യാപിച്ചത്. ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ യൂറോപ്യൻ യൂണിയന് ശക്തമായ പദ്ധതിയുണ്ടെന്നും, എന്നാൽ ചർച്ചകൾക്കുള്ള അവസരം തങ്ങൾ കൈവിടില്ലെന്നും യൂറോപ്യൻ കമ്മീഷൻ മേധാവി ഉർസുല വോൺ ഡെർ ലെയ്ൻ പറഞ്ഞു. ചൊവ്വാഴ്ച യൂറോപ്യൻ പാർലമെന്റിൽ സംസാരിച്ച വോൺ ഡെർ ലെയ്ൻ താരിഫ് നേരിടുന്ന അടുത്ത മേഖലകൾ സെമി കണ്ടക്ടറുകൾ, ഫാർമസ്യൂട്ടിക്കൽസ്, തടി എന്നിവയായിരിക്കുമെന്നും പറഞ്ഞു. ചാക്കോസ് ദ്വീപുകൾ മൗറീഷ്യസിന് കൈമാറുന്നതിനുള്ള യുകെയുടെ കരാറിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതായി ഡൗണിംഗ് സ്ട്രീറ്റ് അറിയിച്ചു. 6 മാസത്തെ സംഘർഷത്തിന് ശേഷം യുകെ അവരുടെ അവസാന ആഫ്രിക്കൻ കോളനിയുടെ പരമാധികാരം വിട്ടുകൊടുക്കാൻ കരാർ വഴിയൊരുക്കി. കരാറിന്റെ നിബന്ധനകൾ പ്രകാരം 99 വർഷത്തെ പാട്ടത്തിന് കീഴിൽ ഏറ്റവും വലിയ ദ്വീപായ ഡീഗോ ഗ്രാസിയയിലെ യുഎസ് യുകെ സംയുക്ത സൈനിക
താവളത്തിൽ നിയന്ത്രണം നിലനിർത്താൻ UK സാമ്പത്തിക വിഹിതം നൽകും. അതേസമയം ചാഗോസ് ദ്വീപ് സമൂഹത്തിന്റെ നിയന്ത്രണം UK ഉപേക്ഷിക്കും. ലണ്ടനിൽ 3 സ്ത്രീകളെയും ചൈനയിൽ 7 സ്ത്രീകളെയും ബലാത്സംഗം ചെയ്തതിന് കഴിഞ്ഞ മാസം ശിക്ഷിക്കപ്പെട്ട സീരിയൽ റേപ്പിസ്റ്റ് ഷെൻ ഹാവോ സൂവിന്റെ ആക്രമണത്തിനിരയായത് മറ്റ് 20-ലധികം സ്ത്രീകൾ പോലീസിനെ അറിയിച്ചു. കൂടുതൽ ഇരകൾ വരുമെന്ന് ഡിറ്റക്റ്റീവുകൾ ഭയപ്പെടുന്നു. ലണ്ടനിൽ PhD വിദ്യാർത്ഥികളായിരുന്ന 28-കാരനായ സു 2019-നും 2024-നും ഇടയിൽ നടത്തിയ കുറ്റങ്ങൾക്കുള്ള രണ്ടാമത്തെ ക്രിമിനൽ വിചാരണ ഇപ്പോൾ നടക്കുമെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിസ്ഥിതി സൗഹൃദ യോഗ്യതകൾ പരസ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മത്സര നിയമം ലംഘിച്ചതിന് 10 മുൻനിര കാർ നിർമ്മാതാക്കൾക്കും 2 ഓട്ടോമോട്ടീവ് വ്യാപാര സ്ഥാപനങ്ങൾക്കും UK കോമ്പറ്റീവ് ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി 77 മില്യൺ പൗണ്ടിലധികം പിഴ ചുമത്തി. മെഴ്സിഡസ് ബെൻസിൽ നിന്നുള്ള ഒരു പരാതിയെ തുടർന്ന് കോമ്പറ്റീവ് ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി അന്വേഷണം ആരംഭിച്ചു. BMW, ഫോർഡ്, ജാഗ്വർ, സിട്രോൺ, മിത്സുബിഷി, നിസാൻ, റെനോൾട്ട്, ടൊയോട്ട, വോക്സ്വാഗൻ എന്നീ കമ്പനികൾ തങ്ങളുടെ കാറുകൾ എത്ര ശതമാനം കാറിന്റെ ആയുസ്സിന്റെ അവസാനം പുനരുപയോഗം ചെയ്യാൻ കഴിയുമെന്ന് പരസ്യപ്പെടുത്തുമ്പോൾ മത്സരിക്കില്ലെന്ന് നിയമവിരുദ്ധമാക്കി സമ്മതിച്ചതെന്ന് CMA കണ്ടെത്തി. വടക്കൻ ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ഹനൂൻ, ബെയ്ത്ത് ലാഹിയ, ഷെയ്ഖ് സായിദിന്റെ സമീപ ഭാഗങ്ങൾ, അൽ മൻഷിയ, താൽ അൽ സാത്തർ എന്നീ ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്ക് IDF നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. റെയ്ഡിന് മുമ്പുള്ള അവസാന മുന്നറിയിപ്പാണിതെന്ന് ഇസ്രായേലി സൈന്യത്തിന്റെ അറബി ഭാഷാ വക്താവ് അവിജയ് ആദ്രെ പറഞ്ഞു. ഈ പ്രദേശത്തെക്കുറിച്ച് ഇസ്രായേൽ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ സുരക്ഷയ്ക്കായി താമസക്കാർ ഉടൻ തന്നെ പടിഞ്ഞാറോട്ട് ഗാസ സിറ്റിയിലെ ഷെൽട്ടറിലേക്ക് മാറണമെന്ന് അവിജയ് ആദ്രെ എക്സിലൂടെ ഒരു പോസ്റ്റിൽ എഴുതി. ഇംഗ്ലണ്ടിലെ വിദ്യാർത്ഥികളുടെ പാഠഭാഗത്തിൽ ഓൺലൈൻ സാമ്പത്തിക സാക്ഷരത ഉൾപ്പെടുത്താൻ നീക്കം. ഓൺലൈൻ ഗെയിമുകളുടെ വാങ്ങലുകളും അപകട സാധ്യതകളും എങ്ങനെ കണ്ടെത്താമെന്നും വാങ്ങലുകൾക്കായി സ്വാധീനം ചെലുത്തുന്നവരുടെ അവകാശവാദങ്ങൾ എങ്ങനെ സൂക്ഷ്മമായി പരിശോധിക്കാമെന്നും അവരുടെ സാമ്പത്തിക സാക്ഷരത മെച്ചപ്പെടുത്തുന്നതായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പുതിയ പാഠഭാഗത്തിൽ പഠിപ്പിക്കും. കുട്ടികൾ സ്വന്തം പണം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പണം ഓൺലൈനിൽ വലിയ അളവിൽ ചിലവഴിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് 5 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികളെ ഓൺലൈൻ ചെലവുകൾ എങ്ങനെ നയിക്കാമെന്ന് പഠിപ്പിക്കുന്നതിനായാണ് 80 പാഠങ്ങളുടെ പാക്കേജ് ലക്ഷ്യമിടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേയിൽ UAE എത്തുമെന്ന് റിപ്പോർട്ട്. അധികാരമാറ്റ ശേഷം നടത്തുന്ന സൗദി അറേബ്യൻ സന്ദർശനത്തിന് പിന്നാലെയാണ് ട്രംപ് UAE എത്തുന്നത്. വൈറ്റ് ഹൌസ് ഉടൻ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയേക്കും. 2ാം ടേമിലെ ആദ്യ വിദേശയാത്രയിൽ നിക്ഷേപ കരാറിൽ ഒപ്പുവെക്കുന്നതിനായി മെയ് മാസത്തിൽ തന്നെ സൗദി അറേബ്യയിൽ സന്ദർശിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇതോടൊപ്പം ഖത്തറും UAEയും സന്ദർശനം നടത്താമെന്ന് പദ്ധതി. പൊതുഭംഗിക്ക് കോട്ടം തട്ടുന്ന വിധം കെട്ടിടത്തിന്റെയും മേൽക്കൂരകളുടെയും ബാൽക്കണിയിലും സാധനങ്ങൾ സൂക്ഷിക്കുകയോ ശേഖരിക്കുകയോ ചെയ്താൽ പിഴ ചുമത്തുമെന്ന് മുന്നറിയിപ്പുമായി അബുദാബി നിയമലംഘകർക്ക് 500 ദിർഹമാണ് പിഴ. കുറ്റം ആവർത്തിച്ചാൽ പിഴത്തുക 1000 ദിർഹമായി ഉയർത്തും. 3ാം തവണ മുതലുള്ള നിയമലംഘനങ്ങൾക്ക് 2000 ദിർഹം വീതമായിരിക്കും പിഴ. പൊതുഭംഗിക്ക് കോട്ടം വരുത്തുന്ന രീതിയിൽ വാഹന ഭാഗങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നതിനും 1000 ദിർഹമാണ് പിഴ. കുറ്റം ആവർത്തിച്ചാൽ പിഴത്തുക 2000 ദിർഹമായി ഉയരും. 3ാം തവണത്തെ ലംഘനത്തിന് 4000 ദിർഹമാണ് പിഴ ചുമത്തുക. ദുബായിൽ നിന്നും മുംബൈയിലേക്ക് അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ. വെള്ളത്തിനടിയിലൂടെ മണിക്കൂറുകളിൽ 1000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്രക്കാരെ മാത്രമല്ല വെള്ളവും ഇന്ധനവുമെല്ലാം കൊണ്ടുപോകാം. UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് പദ്ധതികളുമായി രംഗത്ത് എത്തിയത്. യാഥാർത്ഥ്യമായാൽ ഇന്ത്യ UAE യാത്രാ സമയം 2 മണിക്കൂറായി കുറയും. നിലവിൽ വിമാനത്തിൽ 4 മണിക്കൂർ എടുക്കും. ഇന്ത്യ UAE യാത്രാ കപ്പൽ സർവീസ് പദ്ധതി വാഗ്ദാനങ്ങളിൽ ആടിയുലയുമ്പോഴാണ് കടലിനടിയിലൂടെയുള്ള അതിവേഗ ട്രെയിൻ പദ്ധതി പ്രതീക്ഷ നൽകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായിരിക്കുന്നതായിരിക്കും ഈ പദ്ധതി. കടലിനടിയിലൂടെയുള്ള അതിവേഗ റെയിൽ ശൃംഖല സ്ഥാപിക്കലാണ് വെല്ലുവിളി നിറഞ്ഞ ഘട്ടം. സാധ്യതാ പഠനവും പരിശോധനയും പാത കടന്നുപോകുന്ന രാജ്യങ്ങളുടെ സഹകരണം കോടികളുടെ ഫണ്ടും വേണം. UAEയുടെ ദേശീയ മ്യൂസിയം സായിദ് നാഷണൽ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ഉടൻ. സാദിയ ദ്വീപിലെ കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൽ ഉയർന്ന മ്യൂസിയത്തിന്റെ അവസാന മിനുക്കുപണികൾ പൂർത്തിയാക്കി. കരാറുകാർ അധികൃതർക്ക് കൈമാറിയിരുന്നു. ഉദ്ഘാടന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മ്യൂസിയം ഉടൻ രാഷ്ട്രത്തിന് സമർപ്പിക്കുമെന്നാണ് സൂചന. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ വീക്ഷണങ്ങളും മാർഗനിർദ്ദേശങ്ങളും അടിസ്ഥാനമാക്കിയാണ് മ്യൂസിയം നിർമ്മിച്ചത്. ഷെയ്ഖ് സായിദിന്റെ ജനനം മുതൽ മരണം വരെയുള്ള മുഹൂർത്തങ്ങൾ അനാവരണം ചെയ്യുന്ന മ്യൂസിയത്തിൽ രാജ്യത്തിന്റെ ചരിത്രം, സംസ്കാരം, ഭൂമിശാസ്ത്രം എന്നിവയെല്ലാം കാണാം. ഇനിയൊരു ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. CPIഎമ്മിന്റെ 24ാമത് പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കം. മുതിർന്ന നേതാവ് വിമൻ ബസു പതാക ഉയർത്തി. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കമായി. 800-ലധികം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. രാഷ്ട്രീയ പ്രമേയ റിപ്പോർട്ടും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും പ്രകാശ് കാരാട്ട് അവതരിപ്പിക്കും.
തമിഴ്നാട് BJPയെ നയിക്കാൻ പുതിയ അധ്യക്ഷനെ നിയമിക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചതായി സൂചന. അണ്ണാമലൈ തുടരുമെന്ന് അഭ്യൂഹങ്ങൾക്കിടെയാണ് പുതിയ വിവരം. സഖ്യം പുനഃസ്ഥാപിക്കുന്നതിന് അണ്ണാ-DMK ജനറൽ സെക്രട്ടറി എടപ്പാടി K. പളനിസ്വാമി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ നീക്കം. അണ്ണാ-DMKയ്ക്ക് കൂടി താൽപര്യമുള്ള നേതാവിനെയാവും നിയമിക്കുക. BJP നിയമസഭാ കക്ഷി നേതാവ് നയിനാർ നാഗേന്ദ്രൻ, മുൻ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ L. മുരുകൻ എന്നീ പേരുകൾക്കാണ് മുൻതൂക്കം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി റിപ്പോർട്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ പ്രതിരോധ കയറ്റുമതി 23,622 കോടി രൂപയായി ഉയർന്നുവെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. മുൻപത്തെ സാമ്പത്തിക വർഷം ഇത് 21,083 കോടി രൂപയായിരുന്നു. ഒരു വർഷത്തിനിടെ 2,539 കോടി രൂപയുടെ അഥവാ 12.04% വളർച്ചയാണ് പ്രതിരോധ കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയത്. 6,000 കോടി രൂപയുടെ മഹാദേവ് വാതുവെപ്പ് ആപ്പ് കേസിൽ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിനെ CBI പ്രതിയാക്കി. പ്രതികളിൽ ഭൂപേഷ് ബാലകിന്റെ പേര് 6ാം സ്ഥാനത്താണ്. ഇനി കേരള ഹൈലൈറ്റ്സ്. പാർട്ടി കോൺഗ്രസ് നിർണായക തീരുമാനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ പ്രായപരിധിയിൽ ഇളവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസ് പല മേഖലകളിലും മൃദു ഹിന്ദുത്വ നിലപാടെടുക്കുന്നു. ഡൽഹിയിൽ BJPക്ക് അനുകൂല രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കഴിഞ്ഞ സമ്മേളനത്തിൽ നടപ്പാക്കിയ നയത്തിൽ നിന്നും വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. പ്രായപരിധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തവണയും ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവർത്തനത്തിൽ പുതിയൊരു റെക്കോർഡ് സ്ഥാപിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഒരു മാസം 50-ലധികം കപ്പലുകൾ എത്തിച്ചേരുക എന്ന നേട്ടമാണ് തുറമുഖം കരസ്ഥമാക്കിയിരിക്കുന്നത്. അതിനൊപ്പം 1,00,000-ലധികം TEU ചരക്ക് കൈകാര്യം ചെയ്യുക കൂടി ചെയ്തിരിക്കുകയാണ് വിഴിഞ്ഞം. മാർച്ച് മാസത്തിൽ 53 ചരക്ക് കപ്പലുകളാണ് തുറമുഖത്തിൽ എത്തിച്ചേർന്നത്. 1,12,562 TEU ആണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തതെന്ന് തുറമുഖ മന്ത്രി VN വാസവൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ തുറമുഖത്തിൽ അടുത്ത് തുടങ്ങിയ ജൂലൈ 11-ാം തീയതി മുതൽ 2025 മാർച്ച് വരെ 240 കപ്പലുകളാണ് തുറമുഖത്ത് എത്തിച്ചേർന്നത്. 4,92,188 TEU ആണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തത്. മാർച്ച് മാസത്തിൽ 53 ചരക്ക് കപ്പലുകളാണ് തുറമുഖത്ത് എത്തിച്ചേർന്നത്. 1,12,562 TEU ആണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തത്. കേന്ദ്രത്തിന്റെ തിരിച്ചടയ്ക്കേണ്ട തരത്തിലുള്ള വിഹിതമായ 817.80 കോടി രൂപ കൂടി വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് രീതിയിൽ സ്വീകരിക്കുന്നതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം അതിവേഗം മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷ. തുറമുഖത്തിന്റെ 7,700 കോടി രൂപ ചെലവുള്ള ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 46,000 കോടി സംസ്ഥാന സർക്കാരാണ് മുടക്കുന്നത്. പുലിമുട്ട് നിർമ്മിക്കാനുള്ള 1,350 കോടി രൂപ പൂർണ്ണമായും സർക്കാർ ഫണ്ടാണ്. പുറമെ ചരക്ക് നീക്കത്തിനും റെയിൽപാതയ്ക്കുമായി 1,482.92 കോടിയും സംസ്ഥാനം മുടക്കണം. സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനും സ്റ്റാർട്ടപ്പുകൾക്കുള്ള സാമ്പത്തിക ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കോട്ടക് മഹീന്ദ്ര ബാങ്കുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കൃഷി, മെഡിക്കൽ സാങ്കേതിക വിദ്യ, ഇലക്ട്രോണിക്സ്, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളിലാണ് ധാരണാപത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്റ്റാർട്ടപ്പുകൾക്ക് ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള മാർഗനിർദ്ദേശം ലഭ്യമാകുന്നതിനോടൊപ്പം സാമ്പത്തിക ലഭ്യത ഉറപ്പുവരുത്താനും കോട്ടക് മഹീന്ദ്രയുമായുള്ള സഹകരണം സഹായകമാകും. ദുബായ്, UK, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ കോട്ടക്കിന്റെ അന്താരാഷ്ട്ര ഓഫീസുകൾ വഴി കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് വിദേശ വിപണിയിലേക്ക് എത്തിച്ചേരാനാകും. സ്റ്റാർട്ടപ്പുകൾക്ക് NRI കമ്മ്യൂണിറ്റിയുമായി ബന്ധം സ്ഥാപിക്കാനും ധാരണാപത്രം വഴിയൊരുക്കും. റെഗുലേറ്ററി കംപ്ലയൻസ്, കയറ്റുമതി വരുമാനം, ധനസമാഹരണം എന്നിവയെക്കുറിച്ചുള്ള മാസ്റ്റർ ക്ലാസുകൾ, മെന്ററിംഗ് സെഷനുകൾ, റിവേഴ്സ് ടീച്ചിംഗ് ശില്പശാലകൾ തുടങ്ങിയ KSUM സംഘടിപ്പിക്കും. സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഇൻക്യുബേഷൻ, മെന്റർഷിപ്പ്, ഫണ്ടിംഗ്, പ്രാരംഭഘട്ട സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സേവനങ്ങൾ തുടങ്ങിയവ ലഭ്യമാകും. സ്റ്റാർട്ടപ്പുകളുടെ ഉൽപാദന പ്രവർത്തനങ്ങൾക്കും മികച്ച വിപണിക്കുള്ള സാമ്പത്തികം കണ്ടെത്താൻ ഒരു പ്രധാന ധനകാര്യ സ്ഥാപനമായ കോട്ടക് മഹീന്ദ്ര ബാങ്കുമായുള്ള സഹകരണം സഹായകമാകുമെന്ന് KSUM CEO അനൂപ് അംബിക പറഞ്ഞു. സംസ്ഥാനത്തിന്റെ അതിവേഗം വളരുന്ന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെ വിശ്വാസ്യത പ്രതിഫലിപ്പിക്കുന്നതാണ് കോട്ടക് മഹീന്ദ്രയുമായുള്ള സഹകരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 110.60 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.67 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 92.42 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് 8 വിക്കറ്റ് ജയം. 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് 16.2 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ മത്സരം വരുതിയിലാക്കി. പ്രവ് സിമ്രാൻ സിംഗ്, ശ്രേയസ് അയ്യർ, നെഹൽ വധേര എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് പഞ്ചാബിനെ തുടർച്ചയായ 2ാം വിജയത്തിലേക്ക് നയിച്ചത്. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ലക്നൌവിന് വേണ്ടി ആയുഷ് ബദോനി, നിക്കോളസ് പുരാൻ എന്നിവരാണ് മികച്ച പ്രകടനം പുറത്തെടുത്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
റഷ്യയും യുഎസുമായുള്ള ഉക്രൈനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്തംഭിച്ചതായി റിപ്പോർട്ട്. റഷ്യയെ ഉപരോധം കടുപ്പിച്ച് പാഠം പഠിപ്പിക്കാൻ യുഎസ്. ഉക്രൈനിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട യുഎസ് സമാധാന നിർദ്ദേശങ്ങൾ നിലവിലെ അവസ്ഥയിൽ ഞങ്ങൾക്ക് അസ്വീകാര്യമാണെന്ന് മോസ്കോ. 2 ദിവസത്തിനകം അമേരിക്ക എന്താണെന്ന് കാട്ടിത്തരുമെന്ന് വെല്ലുവിളിച്ച ഡൊണാൾഡ് ട്രംപിന് വിമോചന ദിന പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ആദ്യ തിരിച്ചടി. വിശദാംശങ്ങൾ പിന്നാലെ. ട്രംപിന്റെ ഭരണകൂടം താരിഫ് കുറയ്ക്കുന്ന പക്ഷം യുകെയിലെ വൻകിട യുഎസ് ടെക്നോളജി കമ്പനികൾക്ക് ഗണ്യമായ നികുതി ഇളവ് വാഗ്ദാനം ചെയ്ത് യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ യൂറോപ്യൻ യൂണിയന് ശക്തമായ പദ്ധതിയുണ്ടെന്ന്, എന്നാൽ ചർച്ചകൾക്ക് ഉള്ള അവസരം തങ്ങൾ കൈവിടില്ലെന്നും യൂറോപ്യൻ കമ്മീഷൻ മേധാവി ഉർസുല വോൺ ഡെർ ലെയ്ൻ. ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ ഉടൻ. സിപിഎമ്മിന്റെ 24ാമത് പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കം. പാർട്ടി കോൺഗ്രസ് നിർണായക തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. പ്രവർത്തനത്തിൽ പുതിയൊരു റെക്കോർഡ് സ്ഥാപിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 1 മാസം 50-ലധികം കപ്പലുകൾ എത്തിച്ചേരുക എന്ന നേട്ടമാണ് തുറമുഖം കരസ്ഥമാക്കിയത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കോട്ടക് മഹീന്ദ്രയുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. സ്റ്റാർട്ടപ്പുകൾ സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുകയും ലക്ഷ്യം. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.